ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. നല്ല ചൂടായിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. എൻ്റെ UP-യിലെ ലൈഫാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടോ, ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത ദിവസം വീഡിയോ എടുക്കുന്നു. അങ്ങനെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇന്നിതാ അഞ്ചും ചേട്ടനൊക്കെ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ്. അഞ്ചിന് സ്കൂൾ തുറക്കാറായിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം വാങ്ങിക്കാനായിട്ട് പോയേക്കും. ഞാൻ പോയില്ല, കാരണം യൂണിഫോം മാത്രം ജസ്റ്റ് വാങ്ങിക്കാനാണ് പോണത്. അപ്പോൾ അത് അഞ്ചുവിൻ്റെ സൈസ് നോക്കി കറക്റ്റ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. ഈ പ്രാവശ്യം അഞ്ചുവിന് 3 പെയർ യൂണിഫോം വാങ്ങണം. മൺഡേ ട്യൂസ്ഡേ ആ സെയിം തന്നെയാണ് തേഴ്സ്ഡേ ഫ്രൈഡേ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് വാഷ് ചെയ്തിടാനുള്ള ഒരു എക്സ്ട്രാ പെയർ കയ്യിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് 2 ജോഡി എടുക്കണം. പിന്നെ വെനസ്ഡേയും സാറ്റർഡേയും സെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും യൂണിഫോമൊക്കെ ആയിട്ട് അവർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊണ്ടുവന്നിരിക്കുന്ന പെയർ ശരിക്കും പറഞ്ഞാൽ 8th വരെ 6th 7th 8th സെയിം യൂണിഫോമാണ്. അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ 9th കിടക്കണം. അപ്പോൾ 9th കിടക്കുമ്പോൾ വേറെ ടൈപ്പ് യൂണിഫോമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ലാസ്റ്റ് ഇയറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വാങ്ങിച്ചേ പറ്റും. ഇന്ന് അഞ്ചിനുള്ള ബുക്സൊക്കെ പോയി വാങ്ങിച്ചു കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും രണ്ടും കൊണ്ടുവന്ന് ടേബിളും വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇനി അതെല്ലാം കവർ ചെയ്തിട്ട് വേണം. ഒന്നും കവർ ചെയ്തിട്ടില്ല. പിന്നെ ICSE സിലബസാണ് ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയാണ്. നന്നായി പഠിക്കാനുണ്ട്, അവർക്ക് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ കാണിച്ചു തരാം ബുക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അഞ്ചുവിൻ്റെ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ആണ്. ഇത്രയും ബുക്സുകളുണ്ട് കേട്ടോ. ICSE സിലബസാണ് ഇവരുടെ. ഇനി ഇതിനകത്ത് ഇപ്പോൾ 2 കിട്ടിയിട്ടില്ല. അത് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ കിട്ടും. ഇവർക്ക് ഇതിനകത്തുള്ള ചില ബുക്സുകളൊക്കെ 9th 10th സെയിം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ കണ്ടോ 9th and 10th. പിന്നെ ഇതാ ഇവിടെ 9th and 10th. അപ്പോൾ അങ്ങനെ ചില ബുക്സുകളുണ്ട്. അത് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സാർമാരും ടീച്ചർമാരൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതെല്ലാം അവരുടെ നോട്ട് ബുക്സാണ്. ഇത് അവരുടെ സ്കൂൾ ഡയറിയാണ്. ഇപ്പോൾ സ്കൂൾ ഡയറിയിൽ ഇതാ നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ഒരു 3 പേജ് ഉണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അതിനകത്ത് ഇതാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഓഫീസ് കോപ്പി. ഇത് നമുക്ക് ഫില്ല് ചെയ്ത് ഓഫീസിൽ കൊടുക്കാനുള്ളത്, സ്കൂൾ ഓഫീസിൽ. പിന്നെ ഇത് ടീച്ചേഴ്സ് കോപ്പി. ഇത് ഇങ്ങനെ ഒരു പേജ് അവർക്ക് ക്ലാസ് ടീച്ചേഴ്സ് കയ്യിൽ വയ്ക്കുന്ന കോപ്പി കേട്ടോ. ഒരു ഹോൾ ഇയർ ക്ലാസ് ടീച്ചേഴ്സ് ഇത് കയ്യിൽ വയ്ക്കും, കുട്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇതും ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ ഇവരുടെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഡയറി, ഇത് അവിടെ ടൈം ടേബിൾ എഴുതാനുള്ള ഒരു സ്പേസാണ് ഇവിടെ. പിന്നെ നമ്മളിപ്പോൾ എടുത്തു വെച്ച ഇതേ പേജിൻ്റെ തന്നെ സെയിം ആണ്. ഇത് ഡയറി തന്നെ ഉള്ളൊരു പേജാണ്. ഇത് ഫില്ല് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ തന്നെ ഉണ്ടാവേണ്ട പേജാണ്. പിന്നെ ഇത് സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടേക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് സോങ്സ് ഉണ്ട്, കാലത്ത് അസംബ്ലിക്ക് പാടുന്ന പാട്ടുകൾ. അത് കഴിയുമ്പോഴത്തേ കുറച്ച് ഹിന്ദി സോങ്സ്. അപ്പോൾ ചില ദിവസം ഇംഗ്ലീഷ് സോങ്സ്, ചില ദിവസം ഹിന്ദി സോങ്സ്. ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ ഇംഗ്ലീഷാണ് പാടുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു സോങ് ഉണ്ട്, അത് ഹിന്ദി പാടും. അങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയും മാറ്റി മറിച്ച് പാടാറുണ്ട്. പിന്നെ ക്ലാസ് ടീച്ചറിൻ്റെ റിമാർക്ക്, പ്രിൻസിപ്പലിൻ്റെ റിമാർക്ക്, അങ്ങനെ ഓരോരോ കളികളുണ്ട്. ഇവിടെ കണ്ടില്ലേ, പ്രിൻസിപ്പൽ റിമാർക്സ്, പിന്നെ ഇവിടെ ക്ലാസ് ടീച്ചേഴ്സ് റിമാർക്സ്, അങ്ങനെ പിന്നെ പാരൻസ് റിമാർക്സ്, അതിനൊക്കെയുള്ള ബോക്സുകളാണ്. പിന്നെ ഇവിടെയൊക്കെ അവർക്ക് ഹോംവർക്ക് നോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട പേജുകൾ കേട്ടോ. ഇതാണ് കൂടുതലായിട്ടുള്ള പേജുകൾ. ഇത് അവർക്ക് ഹോൾ ഇയറിൽ അവർക്ക് ഡെയിലി കിട്ടുന്ന ഹോംവർക്ക് നോട്ട് ചെയ്യാനുള്ള ആ ഒരു പേജാണ്. പീരീഡ്, സബ്ജക്റ്റ്, പിന്നെ ഇവിടെ ലെസൺ, ഹോംവർക്ക്. അപ്പോൾ അന്നത്തെ ദിവസം എന്താ പഠിപ്പിച്ചേ, എന്താ അവർക്ക് കിട്ടിയ ഹോംവർക്ക്, അതെല്ലാം എഴുതാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഞങ്ങൾക്കിവിടെ UP-യിലുള്ള ഡയറി എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്കൂളിലെ ഡയറി ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പുറകിൽ വരുന്നത് ആപ്ലിക്കേഷൻ ഫോർ ലീവാണ്. ലീവ് ആപ്ലിക്കേഷൻ ഇവിടെ ഏറ്റവും പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഡയറിയുടെ. അപ്പോൾ ഇതാണ് ഇവരുടെ ഡയറി. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അതായത് ഹോളിഡേ ഉള്ള ദിവസങ്ങൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സാംസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ദിവസം, അങ്ങനെ ഇവർക്ക് ഹോളിഡേകളൊക്കെ ഉള്ളതൊക്കെ നേരത്തെയൊക്കെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടോ, ഇത് മെയ് മന്തിലെ കേട്ടോ. കണ്ടോ, മെയ് മന്തിലെ ഇത് ക്ലോസിങ് ഫോർ സമ്മർ വെക്കേഷൻ. നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ടല്ലോ എന്നാ സ്കൂൾ അടയ്ക്കുന്നതെന്ന്. കണ്ടോ, മെയ് 16 ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കുന്ന ക്ലോസിങ് ഫോർ സമ്മർ വെക്കേഷൻ.
പിന്നെ അവർക്ക് ക്ലാസ് തുടങ്ങുന്നത് റീ ഓപ്പണിങ് 23rd ജൂൺ മന്തിൽ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് 22nd 22nd സൺഡേക്ക് നമ്മൾ എത്തും. 23rd തൊട്ട് അഞ്ജുവിന് സ്കൂളിൽ പോകണം. അഞ്ജുനും പോകണം, ചേട്ടനും പോകണം. 9th to 12th അന്ന് ക്ലാസ് തുടങ്ങും. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകണം ടീച്ചേഴ്സിന്. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ജൂലൈ തൊട്ട് മറ്റുള്ള ക്ലാസ്സിന് റീ ഓപ്പണിംഗ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ, മറ്റുള്ള ക്ലാസ്സിനുള്ള റീ ഓപ്പണിംഗ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഡയറി. പിന്നെന്താ, പിന്നെ ഇതെല്ലാം അഞ്ജുൻ്റെ നോട്ട് ബുക്സ് ആണ്. പല ടൈപ്പ് നോട്ട് ബുക്സ് ഉണ്ട്. ഇത് സിംഗിൾ ലൈൻ, പിന്നെ സിംഗിൾ ലൈൻ തന്നെ ഒരു കുറച്ചുണ്ട് കേട്ടോ. ഇത് 1 side റൂൾഡ് കോപ്പിയാണ്. 1 side റൂൾഡ്, 1 side പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇത് മാത്സിന്റെ കോപ്പിയാണ്. ഇവിടെ കോപ്പി എന്ന് പറയാട്ടോ. നോട്ട് ബുക്കിനെ ഇവിടെയുള്ളവർ പറയുന്നത് കോപ്പി എന്നാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ പെട്ടെന്ന് വരുന്നത്, വായിൽ അങ്ങനെ വരുന്നത്. പിന്നെ ഇത് വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സെയിം കോപ്പികൾ. ഇനി ഒരുവിധമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. അപ്പോൾ നമുക്ക് ഡയറി ഫില്ല് ചെയ്യാനുണ്ട്, പേജസ് ഫില്ല് ചെയ്യാനുണ്ട്, പിന്നെ മൊത്തം ഇത് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ ഇരുന്നാണ് എഡിറ്റിംഗ് എല്ലാം ചെയ്യാറ്. നല്ല സമ്മർ ആകുമ്പോൾ റൂമിൽ പോയിരിക്കും, AC റൂമിൽ. കാരണം അല്ലെങ്കിൽ ലാപ്ടോപ്പിന് അത് അത്ര ശരിയാവില്ല, ചൂടാവും, പെട്ടെന്ന് ഹീറ്റായി പ്രോബ്ലം വരും. ഇവിടെ ഇരുന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ കിച്ചണിലുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്ത് വെച്ചിട്ട് ഓടി കിച്ചണിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാനിരുന്ന് ഇനി കുറച്ച് സമയം ബുക്കൊക്കെ കവർ ചെയ്യാൻ പോവാണ്. അഞ്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, യൂണിഫോം എല്ലാം കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അങ്ങനെ അഞ്ചും ചേട്ടനും ഒക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. യൂണിഫോം കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് വരുന്നുണ്ട്. അഞ്ചു പോരെ ഡോർ തുറന്നോ. അതാ എത്തി. അഞ്ചിനുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പൊ എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് ആണോ? തുറന്നേ നോക്കട്ടെ. യൂണിഫോം മാത്രാവില്ല, ഷൂസ് വാങ്ങിച്ചോ? എന്ത് ഇഷ്ടപ്പെട്ടില്ല? ഓക്കെ, യൂണിഫോം എടുത്തേ. ഇനി അഞ്ചു 9th സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് കുർത്തിയും പാൻറ്റും കോട്ടും ഓവർ കോട്ട് ഒന്നെടുത്ത് കാണിച്ച് ഒരു സെറ്റ് എടുക്ക്. ഇനി അഞ്ചു ഇങ്ങനെ കുർത്തിയൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോവുക. അതിൻ്റെ ഒപ്പം പാൻറ്. ഓക്കെ, കോട്ടൺ തുറന്ന് കാണിച്ച് അതവിടെ വെക്കി. ഡ്രസ്സ് അവിടെ വെച്ചിട്ട് കോട്ടൺ തുറന്ന് കാണിച്ച്. ഓക്കെ, ഓവർ കോട്ട്. സോക്സ് ഉണ്ടോ? സോക്സ് വൈറ്റ് സോക്സ്. പിന്നെ വേറെ എന്താ വെച്ചാൽ യൂണിഫോം വേറെ വാങ്ങിച്ചിട്ടില്ലേ? വൈറ്റ്. ഇവർക്ക് മൺഡേ ട്യൂസ്ഡേയും പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ അങ്ങനെ 4 ദിവസം അങ്ങനെ തന്നെ സെയിം. അപ്പോൾ അത് 2 ജോഡി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെനസ്ഡേയും സാറ്റർഡേയും വൈറ്റ്. അപ്പോൾ വൈറ്റിൻ്റെ കൂടെ അവർക്ക് കളർ ഓവർകോട്ട് വേണം. അപ്പോൾ അതാ ചേട്ടൻ എത്തിയിട്ടുണ്ട്. കളർ ഓവർകോട്ട് വേണം. അതിപ്പോൾ വാങ്ങിച്ചിട്ടില്ല. അത് ഏത് കളറാണ്, ഏത് ഹൗസാന്നൊക്കെ അറിഞ്ഞിട്ട് വേണം. മറ്റേ ജോഡി എടുത്ത് കവർ ചെയ്യുന്നു. 2 ജോഡി വാങ്ങിച്ചിട്ടില്ലേ റെഗുലർ യൂണിഫോം. ഇതാണ് അടുത്ത ജോഡി. പിന്നെ 2 ജോഡി സോക്സ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പപ്പയും മോളും കൂടെ പോയേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വന്നു. ഷൂസ് വാങ്ങിക്കാൻ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ ഷൂസ് അല്ല, സ്കൂൾ ഷൂസ് ഉണ്ട് വീട്ടിൽ. വേറെ ഷൂസ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നന്നായി. അപ്പോൾ പൈസ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. ഇനി ഈ ഓൺലൈനിൽ നോക്കിയേ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, നാട്ടിൽ പോകാറാകുമ്പോഴേക്കും വാങ്ങിച്ചാലും മതി. ആണോ? കാറ്റഗിസം സ്റ്റുഡൻസിന് ക്യാമ്പുണ്ട്. അപ്പോൾ ക്യാമ്പിന് പോകാനാണ് വേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ ടൈമിന് കിട്ടുമെന്നറിയില്ല. ഓൺലൈനിൽ വാങ്ങിച്ചാൽ നോക്കാം. നമുക്ക് വേറെ കടയിലങ്ങ് പിന്നെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അഞ്ചു പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട് നോക്കിയത് കേട്ടോ, സൈസൊക്കെ കറക്റ്റാണോ അല്ലേന്ന്. അപ്പോൾ ഇതാണ് അഞ്ചുവിൻ്റെ യൂണിഫോം, റെഗുലർ യൂണിഫോം. പിന്നെ വെനസ്ഡേയും സാറ്റർഡേയും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. അല്ല, വൈറ്റ് ആൻഡ് വൈറ്റ്. അതിൻ്റെ കൂടെ ഓവർകോട്ട് മാത്രം ചേഞ്ച് ആവും, കളർ ഡിസൈഡ് ആയിട്ടില്ല. അപ്പോൾ അത് മാത്രം ചേഞ്ച്. അപ്പോൾ അത് ഇട്ട് നോക്കിയില്ലേ, ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കിയതാ. 5 പാകമാണ്, കറക്റ്റാണ്. ഓക്കെ, അടിപൊളി, സൂപ്പർ.
ഇത് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇവർ ഇതാ പള്ളിയിൽ നിന്ന് കാറ്റക്കിസം ക്യാമ്പ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതിനായിട്ട് പോവാണ്. രാവിലെ തന്നെ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ദൂരെയുള്ള സ്ഥലത്തേക്കാട്ടോ ഇവർ പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ട് ഇത് അഞ്ചു ഇറങ്ങിയേക്കാണ്. വേറെയും കുട്ടികളുണ്ട് അഞ്ചുവിൻ്റെ ഒപ്പം പോകാൻ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്നാണ് ബസ്സിൽ പോകുന്നത് അവർ. അപ്പോൾ കൂട്ടത്തിൽ ഒരു കാറ്റക്കിസം പഠിപ്പിക്കുന്ന ടീച്ചറും അതുപോലെ തന്നെ ഒരു സിസ്റ്ററും പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവർക്ക് ബൈ ബൈ പറയാനായിട്ട് അവിടേക്ക് എത്തിയേക്കാം. അപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തി അങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. പോകുന്നവരും യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നവരും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ വണ്ടിയിലേക്ക് കയറണം. ഞങ്ങൾക്കന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ സ്കൂളിലേക്ക് എന്തായാലും എത്തണമായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഇവർ പോയത്. 8 മണി സമയത്ത് കേട്ടോ രാവിലെ ഇവർ ഇവിടുന്ന് ബസ്സിൽ പോകുന്നത്. 2 മണിക്കൂർ ദൂരെ കമ്പിയാർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവരുടെ കാറ്റക്കിസം ക്യാമ്പ് ആയിരുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകേണ്ടവരെല്ലാവരും ഇതാ ബസ്സിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ ഡ്യൂട്ടിക്കായിട്ട് പോകണം. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ 2-3 ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടതിന് സപ്പോർട്ട് ചെയ്യണേ. അന്നങ്ങനെ ഒരു ക്യാമ്പിനൊക്കെ പോയി വൈകുന്നേരം ആയപ്പോഴേക്കൊക്കെ തിരിച്ചു വന്നു. ഇത് നമ്മളിനി പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പള്ളിയിലേക്ക് പോകണം. ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്ക് കുർബാനയും കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോകണം. അഞ്ചുവിൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ഞങ്ങളിതാ പള്ളിയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇതാ ഞങ്ങളുടെ സ്കൂൾ ബസ്സും ഉണ്ട്. അപ്പോൾ അതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ്, പള്ളിയിലേക്ക് വരാനുള്ള ഫ്രണ്ട്സ്. അവരിതാ ബസ്സിൽ പോകുന്നുണ്ട്. അവരുടെ തൊട്ട് പുറകിലായിട്ട് നമ്മളും പോകണം. അപ്പോൾ എല്ലാ ഫ്രൈഡേയിലും ഞങ്ങൾക്ക് ഈവനിങ്ങിൽ കുർബാനയും അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 6 മണിക്കാണ് ഞങ്ങൾക്ക് ടൈം. അപ്പോൾ ഒരു 5-5:45 കഴിഞ്ഞ സമയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൂടായിട്ടുണ്ട്. ഒരുവിധം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഇത്രയും ചൂട് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകേണ്ടതല്ല. പക്ഷേ ഈ വർഷം ചൂട് കുറച്ച് അധികമാണെന്ന് തോന്നുന്നു. ബസ് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യും. കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ ബസ് കൊണ്ടുപോകാനും പാടാണ്. പിന്നെ അവിടെ പാർക്ക് ചെയ്യാനായാലും ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. അപ്പം അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങളിതാ പള്ളി എത്തി. കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണ്. ഇപ്പോൾ സമയം 7:30ആയി. ഇനി വീട്ടിൽ ചെന്ന് ബാക്കി വൈകുന്നേരത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ കിടക്കണം. കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ചെയ്യാൻ. കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇരുന്ന് ബുക്കൊക്കെ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.